നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശനിയും വ്യാഴവും കഴിഞ്ഞാൽ നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോചരഫലത്തിൽ ഗുണദോഷങ്ങൾ നമുക്കായിട്ട് നൽകുന്ന ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും രാഹുകേതുക്കളാണ്. നിരവധിയായിട്ടുള്ള നക്ഷത്ര ഫലങ്ങളും ഗുണദോഷങ്ങളും എല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും രാഹുകേതുക്കൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ എന്തെല്ലാം ഫലങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ്. ആ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. നേരത്തെ തന്നെ ആ വിഷയങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അത് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഗുണദോഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓരോ രാശിക്കാരുടെയും പ്രത്യേകം ഫലങ്ങളെ നമുക്ക് പറഞ്ഞു പോകാം. രാഹുകേതുക്കളുടെ അത്രയും ശനി പോലും ദോഷകാരിയല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ശനീശ്വരൻ ധർമ്മപാതയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. നമ്മളുടെ ജീവിതത്തിലെ ഗുണദോഷങ്ങളെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാനായി പ്രേരിപ്പിക്കുന്ന ഗ്രഹം കൂടിയാണ് ശനി. അതുകൊണ്ട് തന്നെയാണ് ശനിയെ ശനീശ്വരൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ രാഹുകേതുക്കൾ അങ്ങനെയല്ല, ദോഷം ചെയ്യുന്ന തമോ ഗ്രഹങ്ങളാണ്. നമ്മളുടെ പോരായ്മകളും ദോഷങ്ങളും നാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുള്ളത് അത്യാവശ്യമാണ്. നല്ലത് മാത്രം കേട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നമുക്ക് മുമ്പിലുള്ള ദുർഘടങ്ങളെ തരണം ചെയ്യാൻ സാധിച്ചു എന്ന് പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾക്ക് ഒരു പ്രസക്തി ഉള്ളത്. രാഹുകേതുക്കൾ സൂര്യചന്ദ്രന്മാർക്ക് എപ്രകാരത്തിൽ ഗ്രഹണദോഷം ഉണ്ടാക്കുന്നുവോ അതേപോലെ തന്നെ മറ്റു ഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന ഗുണങ്ങളെ എല്ലാം ഇല്ലാതാക്കാനും അല്ലെങ്കിൽ മറച്ചു കളയാനും ഒക്കെ രാഹുകേതുക്കൾക്ക് സാധിക്കും. മറ്റു ഗ്രഹങ്ങളൊക്കെ ക്ലോക്ക് വൈസിൽ അഥവാ പ്രദക്ഷിണ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ രാഹുകേതുക്കൾ ആന്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുന്നത്. അതായത് അപ്രദക്ഷിണമായി. ഗോചരപ്രകാരം 18 മാസം കൂടുമ്പോഴാണ് രാഹുകേതുക്കൾ രാശി മാറുന്നത്. രാഹുകേതുക്കൾ 2026 ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണ് ഇനിയും രാശി മാറുന്നത്. ഏകദേശം ഈ 2026 ഒരു വർഷക്കാലം രാഹുകേതുക്കൾ എന്തെല്ലാം ഫലങ്ങളെ നമുക്ക് തരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. രാഹു ഇപ്പോൾ കുംഭം രാശിയിലാണ്, കേതു ഇപ്പോൾ ചിങ്ങം രാശിയിലാണ്. ഇപ്പോൾ നമുക്ക് മീനക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ ഗോചരഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പുരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാർക്ക് രാഹു 12ലും കേതു 6ലുമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ്. ധനപരമായി ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം. ആർഭാട കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കേണ്ടതാണ്. തൊഴിലിൽ താക്കീത് ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ വെല്ലുവിളികൾ നേരിടേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. ജാമ്യം, കടം കൊടുക്കൽ വാങ്ങൽ, മധ്യസ്ഥത എന്നീ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക. യാത്രകളൊന്നും തന്നെ ഗുണകരമാകണമെന്നില്ല. ശ്രദ്ധയും വിവേകവും ഉപയോഗിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുക. കലാസാഹിത്യ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഉന്നതരുടെ അഭിനന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഓഹരി വിപണിയിലൊക്കെ നഷ്ടസാധ്യതയുണ്ട്. പുതിയ സൗഹൃദങ്ങളിലൊന്നും അമിതമായിട്ടുള്ള താല്പര്യങ്ങൾ കാട്ടാതിരിക്കുക. റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നഷ്ടസാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ഈശ്വരാധീനമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ശത്രു ഉപദ്രവങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടുന്നതാണ്. 12 രാശിക്കൂറുകാരുടെയും രാഹുകേതുക്കളുടെ ഗോചര ഫലങ്ങളാണ് അവതരിപ്പിച്ചത്. രാഹുകേതുക്കളുടെ പ്രീതിക്കായി സർപ്പക്ഷേത്രങ്ങളിൽ മഞ്ഞൾ, പാലഭിഷേകം, വിളക്ക്, നൂറും പാലും എന്നിവയൊക്കെ നടത്തുക. പ്രത്യേകിച്ച് കൗങ്ങിൻ പൂക്കില സമർപ്പിക്കുക. ധൂമാവതി ദേവിയുടെയും കാളി ദേവിയുടെയും മന്ത്രങ്ങൾ ജപിക്കുക. കൂടാതെ ശിവക്ഷേത്ര ദർശനം പതിവാക്കുക. ശിവപ്രീതി വരുത്തുക. ജാതകത്തിൽ രാഹുകേതുക്കൾ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർ, രാഹുകേതുക്കളുടെ ദശാകാലങ്ങൾ അനുഭവിക്കുന്നവർ സർപ്പക്ഷേത്രങ്ങളിൽ അഷ്ടനാഗ പൂജ, അഷ്ടദ്രവ്യ അഭിഷേകം, നാഗരൂട്ട് എന്നീ വഴിപാടുകളെ ചെയ്യുക. പുള്ളുവരെ കൊണ്ട് പാടിക്കുക. കൂടാതെ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുകേതുക്കൾക്ക് അർച്ചന നടത്തുക. ഗണപതി പ്രീതി വരുത്തുന്നത് വഴി കേതുർ ദോഷം ഒഴിവാകുന്നതാണ്. ചാമുണ്ടിയുടെയും ഭദ്രകാളിയുടെയും മന്ത്രങ്ങളും നിത്യം ജപിക്കുക. ക്ഷേത്ര ദർശനം നടത്തുക. നവാക്ഷരി ജപവും കേതു ദോഷത്തിന് പരിഹാരമാണ്. കൂടാതെ ഗരുഡ യന്ത്രധാരണം, രാഹുകേതു നവഗ്രഹ യന്ത്രധാരണം ഇവയൊക്കെ ഗുണപ്രദമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.